ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് പാലക്കാട് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹിയറിംഗിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തിരുവനന്തപുരത്ത് തുടക്കം. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ഇന്ന്. സാമൂഹ്യ സേവനത്തിന് ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. മകരവിളക്ക് തീർത്ഥാടനകാലത്തെ പടിപൂജ ഈ മാസം 15 മുതൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് പാലക്കാട് തുടക്കമാകും. കുടുംബശ്രീ മിഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരിയിൽ ഈ മാസം 11 വരെയാണ് മേള. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 250ലേറെ സ്റ്റാളുകൾ മേളയിൽ അണിനിരക്കും. ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ വിപണനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഈ മാസം 9 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ജസ്റ്റിസ് സെൻ നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗ് നടത്തേണ്ടവർക്ക് നോട്ടീസ് നൽകുന്ന നടപടി പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. കരട് പട്ടിക പുറത്തിറക്കിയപ്പോൾ മുതൽ നോട്ടീസ് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 13 രേഖകളിൽ ഒന്നും അതിന്റെ പകർപ്പും ഹിയറിംഗിന് ഹാജരാക്കണം. 2026ലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. ബാലസുരക്ഷിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും ഉജ്ജ്വല ബാല്യ പുരസ്കാര വിതരണവും തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാലസുരക്ഷിത കേരളം എന്നുള്ളത്. അത് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. പല വകുപ്പുകൾ, സർക്കാർ, സമൂഹം, വിവിധ സ്ഥാപനങ്ങൾ, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു വിഷനാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റും വനിതാ ശിശു വികസന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഇടപെട്ടുകൊണ്ട് ചൈൽഡ് ലേബർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. എന്നിട്ട് പൊതുസമൂഹത്തോട് നമ്മൾ പറയുന്നുണ്ട്, എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി പറയണമെന്നുള്ളത്. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികളുടെ സർഗ്ഗവാസന കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി മന്ത്രി എം പി രാജേഷ് നാളെ കൂടിക്കാഴ്ച നടത്തും. തൃശൂർ കില ആസ്ഥാനത്ത് രാവിലെയും വൈകിട്ടും 2 സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ മന്ത്രി നേരിട്ട് സംവദിക്കും. നേതൃപരമായ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ പങ്കിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ഇന്ന്. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സാമൂഹ്യ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ സംഘടിത പ്രതിരോധമുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മന്നത്ത് പത്മനാഭൻ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ജില്ലയ്ക്ക് ആവേശമായി പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മന്ത്രി പി പ്രസാദ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വിവിധ പുഷ്പാലങ്കാര മാതൃകകൾ, ഫ്ലോറൽ ക്ലോക്ക്, ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളുടെയും അലങ്കാരോദ്യാനം, ടോപ്പിയോറികൾ, മെലോസോമ ഗാർഡൻ, റോസ് ഗാർഡൻ, പലതരം റൈഡുകൾ എന്നിവയും പൂപ്പൊലിയിൽ ഒരുക്കിയിട്ടുണ്ട്. സായാഹ്നങ്ങളിൽ ദീപാലങ്കാരങ്ങളും കലാപരിപാടികളും അരങ്ങേറും. മലയോര കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളും ഉൾപ്പെടുത്തി വിദഗ്ധർ നയിക്കുന്ന കാർഷിക ശില്പശാലകൾ, സെമിനാറുകൾ, കാർഷിക ക്ലിനിക്കുകൾ എന്നിവയും മേളയുടെ ഭാഗമായി നടത്തും. ജനുവരി 15 വരെയാണ് പൂപ്പൊലി അരങ്ങേറുക.
കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്നു രാത്രി 11 മണിക്ക് കാർഷിക രംഗത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച് ICAR കൃഷി വിജ്ഞാന കേന്ദ്ര മിത്രാനികേതൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ജി ചിത്ര സംസാരിക്കുന്നു. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 പുതിയ ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇതു സംബന്ധിച്ച എതിർപ്പുകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ 45 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലനിന്നിരുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് 2025 നവംബർ 21 മുതൽ പുതിയ ലേബർ കോഡ് നിലവിൽ വന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെത്തി. ചെന്നൈ ഡോക്ടർ MGR വിദ്യാഭ്യാസ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 34ാമത് ബിരുദദാന ചടങ്ങിലും രാംനാഥ് ഗോയങ്ക സാഹിത്യ സമ്മാൻ ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. നാളെ അദ്ദേഹം വെല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. ചെന്നൈയിൽ 9ാമത് സിദ്ധ ദിനാഘോഷത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. ഇന്ന് രാവിലെ 11 മണിവരെ 40,885 പേരാണ് ദർശനം നടത്തിയത്. മകരവിളക്ക് തീർത്ഥാടനകാലത്തെ പടിപൂജ 15 മുതൽ 18 വരെ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ ഭക്തരെ നിയന്ത്രണങ്ങളോടെയാണ് കയറ്റിവിടുന്നത്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. 18 വരെ വിശേഷാൽ പൂജകൾ നടക്കും. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ എരുമേലിപ്പേട്ടതുള്ളൽ ഈ മാസം 11 നടക്കും. പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര 12 പുറപ്പെടുന്നത്. 19 വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുക. ജനുവരി 20 രാവിലെ 6:30 നടയടയ്ക്കും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും. വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് 6:30 പരിപാടി. കേരളത്തിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ സിത്താർ വാദകയായ ശ്രീജ രാജേന്ദ്രനും ഗസൽ അവതരണവുമായി ദീപൻവിത ചക്രവർത്തിയും വേദിയിലെത്തും. പ്രവേശനം സൌജന്യമാണ്. അഗ്നിശമന സേനയുടെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്റർ കണ്ണൂരിൽ ആരംഭിക്കും. കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ ബംഗ്ലാവ് മെട്ടയിലാണ് ബിരുദാനന്തര ബിരുദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അഗ്നിസുരക്ഷാ ശാസ്ത്ര മേഖലയിൽ തൊഴിലധിഷ്ഠിത പഠനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതിനും വിവിധ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അംഗീകാരത്തോടെ MSc ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫയർ ടെക്നോളജി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫയർ സേഫ്റ്റി സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളാണ് ഇവിടെ ആരംഭിക്കുക. വിദേശിയെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ നാളെ വിധി പറയും. കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു MLAയും യഥാക്രമം 1ഉം 2ഉം പ്രതികളായ കേസിൽ 3.5 പതിറ്റാണ്ടിനു ശേഷം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും യുവതിയെ തള്ളിയിട്ട കേസിൽ പ്രതിക്കെതിരെ റെയിൽവേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പ്രതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പുകവലി എതിർത്തതിനെ തുടർന്ന് കേരള എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ നിന്നും പാലോട് സ്വദേശിയായ ശ്രീകുട്ടിയെ പ്രതി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 390 പോയിന്റ് ഉയർന്ന് 85,579ലും നിഫ്റ്റി 130 പോയിന്റ് നേട്ടത്തിൽ 26,277ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 840 രൂപ കൂടി 99,880 രൂപയും ഗ്രാമിന് 12,485 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് പാലക്കാട് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേൽക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹിയറിംഗിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള EVM, VVPAT യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തിരുവനന്തപുരത്ത് തുടക്കം.
സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ഇന്ന്. സാമൂഹ്യ സേവനത്തിന് ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. മകരവിളക്ക് തീർത്ഥാടനകാലത്തെ പടിപൂജ ഈ മാസം 15 മുതൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.